PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. PSCയുടെ യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യോഗ തീരുമാനങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. PSC സംബന്ധമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, കൺഫർമേഷൻ ഡേറ്റ് ആയിക്കോട്ടെ, PSCയുടെ പുതിയ എന്ത് കാര്യങ്ങൾ വന്നാലും അതൊക്കെ നമ്മൾ PSC അപ്ഡേറ്റ് വഴി നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ PSC ന്യൂസും ഒന്നുപോലും മിസ്സാവാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്ക് അടിച്ച ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. HSA, കേറ്റിട്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാന് തുടങ്ങി നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ PSCക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും നമ്മുടെ SCRT പാഠപുസ്തകങ്ങൾ പഠിച്ചിരിക്കണം. SCRT പാഠപുസ്തകങ്ങൾ ധാരാളം ചോദ്യങ്ങൾ എല്ലാ PSC പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. SCRT പാഠപുസ്തകങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പഴയതും പുതിയതുമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള 5, 7, 9 ക്ലാസ്സിലെ SCRT പാഠപുസ്തകം പോലും നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കും SCRTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCRT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 17/2025 കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. വകുപ്പ് കേരള പോലീസ് സർവീസ് ആണ് കേട്ടോ. ഉദ്യോഗസ്ഥ പേര് സെക്ഷൻ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ്. ശമ്പളം 31 മുതൽ 56 വരെയാണ്. പ്രതീക്ഷിത ഒഴിവുകളാണ് വരുന്നത്. നിയമനം നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയുള്ളത്. അതായത് 2/1/1999 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ബിരുദമാണ്. ബിരുദ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അധ്യാപക യോഗ്യത നിർണയ പരീക്ഷയിൽ ശരിയുത്തരമില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്ക. അധ്യാപക യോഗ്യത നിർണ്ണയിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്ററ്റിലൂടെ ചോദ്യപേപ്പർ ശരിയുത്തരം തെരഞ്ഞെടുത്ത് എഴുതാൻ നിർദ്ദേശിച്ചിരുന്ന പിശക്. 2025 കേറ്റൽ എക്സാമിനേഷൻ ആണ് 87 നമ്പർ ചോദ്യത്തിന് നൽകിയ 4 ഓപ്ഷനുകളിൽ ശരിയായ ഉത്തരമില്ലാത്തത്. കൊടുത്ത 4 തെറ്റാണ്. കയ്യെഴുത്ത് ശൈലിയെക്കുറിച്ചുള്ള പഠനശാല എന്ന് അറിയപ്പെടുന്ന ചോദ്യമായിരുന്നു ഇത്. ഇതിനകത്ത് 4 ഓപ്ഷനും തെറ്റായിരുന്നു. അടുത്ത് അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 724/2024 ഡിവിഷൻ അക്കൗണ്ടിന് കേരള ജനറൽ സർവീസിലേക്കുള്ളതും 774/2024 ഡിവിഷൻ അക്കൗണ്ട് 780/2024 ഡിവിഷൻ അക്കൗണ്ട് ഓഫീസർ എന്നീ തസ്തികകളിലേക്കുമുള്ള അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈൽ ലഭ്യമാണ്. എല്ലാവരും അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി സിവിൽ എക്സൈസ് ഓഫീസർ ആണ്. ഹോൾ ടിക്കറ്റ് പ്രൊഫൈൽ ലഭ്യമായിട്ടുണ്ട് കേട്ടോ. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 17/5/2025 ആണ്. ഇനി പോലീസ് ഡ്രൈവർ സിലബസിൽ ഭാരതീയ നിയമസംഹിതയില്ല. സബ് ഇൻസ്പെക്ടർ, പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ യൂണിഫോം തസ്തികയുടെ പുതിയ പരീക്ഷയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം IPSC പരിഷ്കരിച്ച് തയ്യാറാക്കിയ ഭാരതീയ നിയമസംഹിത സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിൽ ഇപ്പോഴും പഴയ IPS സിലബസ് തന്നെ. പൊതുവിജ്ഞാനം, അനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതം, മാനസിക ശേഷി നിരീക്ഷണ പാഠവും പരിശോധന, സ്പെഷ്യൽ ടോപ്പിക്സ്, ഡ്രൈവിംഗും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നിവയാണ് പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സ് വിഭാഗത്തിൽ 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഭാരതീയ നിയമസംഹിതയ്ക്ക് പകരം IPSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 21,000 പേരാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇനി KS 36,809 അപേക്ഷ അസാധുവായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പരീക്ഷ എഴുതുന്നത് 1,90,000 പേരാണ്. അതിൽ 36,000 പേരുടെ പരീക്ഷ അപേക്ഷിച്ചത് കൺഫർമേഷൻ നൽകാത്തത് കൊണ്ട് അസാധുവായിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ നിയമനം കഴിഞ്ഞ തവണ 608 ആണെങ്കിൽ ഇത്തവണ 88 മാത്രമാണ് കേട്ടോ നിലവിലുള്ളത്. സബ് ഇൻസ്പെക്ടർ പോലീസ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനം 8% നിയമന ശുപാർശ മാത്രം. 2024 ജൂൺ 7 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അടുത്ത മാസം 6 അവസാനിക്കുകയാണ്. മെയിൻ ലിസ്റ്റിൽ 694, സപ്ലിമെന്ററി ലിസ്റ്റിൽ 219, കോൺസ്റ്റബിൾ ലിസ്റ്റ് വിഭാഗം 116, മെയിൻ മെറ്റീരിയൽ വിഭാഗം ലിസ്റ്റിൽ 6 എന്നിങ്ങനെ 1035 പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്. ഇതിൽ 88 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ. ഇത് 22 ഒഴിവും NGD ആണ്. അതായത് യഥാർത്ഥ നിയമനം 66 മാത്രം. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 11 മാസം കഴിഞ്ഞിട്ടും 66 പുതിയ SI ഒഴിവ് മാത്രമേ പോലീസ് വകുപ്പ് PSC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് അമ്പരിപ്പിക്കുന്ന വിവരം. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും 608 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ
ലഭിച്ചിട്ടുള്ളൂ. LGS സാധ്യത ലിസ്റ്റിൽ 1088 പേരുടെ വർധന ഉണ്ടായിട്ടുണ്ട്. 10 ജില്ലകൾ ഉദ്യോഗസ്ഥർ കൂടി പുതിയ ലിസ്റ്റിൽ 17,700 പേർ, മെയിൻ ലിസ്റ്റിൽ 306ഉം സപ്ലിമെന്ററിയിൽ 1167 പേരുടെ വർധനയും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് യോഗ്യത ലിസ്റ്റിൽ PSC പ്രസിദ്ധീകരിച്ചപ്പോൾ മുൻ ലിസ്റ്റിനേക്കാൾ 1088 പേർ വർദ്ധിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ലിസ്റ്റാണ് അധികം പ്രസിദ്ധീകരിച്ചത്. അവസാനം വന്നത് കോട്ടയത്തിന്റെ ലിസ്റ്റുമാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളും എന്താണ് 1000-ലധികം പേരുടെ വർധനവ് ഇത്തവണത്തെ ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കട്ട് ഓഫ് മാർക്ക് 9 ജില്ലകളിൽ കുറഞ്ഞു. ഇത്തവണത്തെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ 9 ജില്ലകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ കട്ട് ഓഫ് മാർക്കിൽ കുറവ് വന്നു. എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വർധനവും വന്നിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരത്തെ ഒക്കെ എന്താണ് കട്ട് ഓഫ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. 65.33 ആയിരുന്നു. കൊല്ലത്തെ 70 ആയിരുന്നു. പത്തനംതിട്ടയിലെ 52.67ഉം ആലപ്പുഴയിലെ 67.67ഉം കോട്ടയം ജില്ലയിലെ 57.33, എറണാകുളത്ത് 68.33, തൃശൂർ ജില്ലയിലെ 64, പാലക്കാട് ജില്ലയിൽ 73.67, മലപ്പുറം ജില്ലയിലെ 61.33, കോഴിക്കോട് ജില്ലയിലെ 73, വയനാട് ജില്ലയിലെ 68, കണ്ണൂർ ജില്ലയിലെ 59.33, കാസർഗോഡ് ജില്ലയിലെ 68. ഇത്രയുമാണ് നിലവിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. 1088 പേരുടെ കഴിഞ്ഞ ലിസ്റ്റിനേക്കാളും ഇത്തവണ കൂടുതൽ ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി 2025 മെയ് 5-ന് ചേർന്ന PSC യോഗ കമ്മീഷൻ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവിധ ജില്ലകൾ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, ഈഴവ, തീയ, ബില്ല, വിശ്വകർമ്മ, മുസ്ലിം കാറ്റഗറി നമ്പർ 497/501 2024. വിവിധ ജില്ലകൾ വിദ്യാഭ്യാസ വകുപ്പ് UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം കാറ്റഗറി നമ്പർ 502/2024, LC 519/2024. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അക്കൗണ്ട് ഓഫീസർ പാർട്ട് 1 ജനറൽ കാറ്റഗറി നമ്പർ 518/2022 ചുരുക്കപ്പട്ടിക, അതായത് LP സ്കൂൾ ടീച്ചറിന്റെയും UP സ്കൂൾ ടീച്ചറിന്റെയും തമിഴ് മീഡിയത്തിലെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച വിവിധ ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 251/2024, 613/2024ലെയും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ജൂനിയർ അനലിസ്റ്റിൽ കാറ്റഗറി നമ്പർ 131/2024ലെയും സാധ്യത പട്ടികയും പ്രസിദ്ധീകരിക്കാൻ 2025 മെയ് 5-ന് ചേർന്ന PSC യോഗം, അതായത് തിങ്കളാഴ്ച ഇന്നലെ ചേർന്ന PSC യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അസിസ്റ്റന്റ് സർജൻ 25 നിയമനം കൂടി ഉണ്ടായിട്ടുണ്ട്. സ്റ്റാഫ് നേഴ്സ് കൊല്ലത്ത് 24 നിയമനം കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നിയമന നിലയാണ് കേട്ടോ. ഇനി LDS എറണാകുളം നിയമന ശുപാർശ 1055 ആയിട്ടുണ്ട്. LDC ആലപ്പുഴയിൽ 12 നിയമനം കൂടി നടന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പത്തനംതിട്ടയിൽ 10 നിയമനം കൂടി നടന്നിട്ടുണ്ട്. അപ്പൊ മറക്കണ്ട, SCERT സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് പഴയതും പുതിയതുമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ചാനലൊന്നും ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.